റൂട്ട് ടു സക്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ റിയൽ നമ്പേഴ്സ് ചാപ്റ്ററിലെ 4th എക്സസൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി ഒരു തിയറം നോക്കാം. ലെറ്റ് x be a rational number whose decimal expansion terminates. Then x can be expressed in the form p by q, where p and q are coprime and the prime factorization of q is of the form 2 raised to n 5 raised to m, where n, m are non-negative integers. x എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. ആ റാഷണൽ നമ്പറിനെ നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ ആയിട്ട് എഴുതാം. ആ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടേർമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, എക്സിനെ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിയും ക്യൂവും കോപ്രൈം ആണ്. പിന്നെ എന്താ, ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 raised to n 5 raised to m ഫോമിലായിരിക്കും. എന്നും എമ്മും നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ്. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾ നോക്കാം. 0.375 പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സ് അല്ലേ ഉള്ളത്, 3 ഡിജിറ്റ് ആണുള്ളത്. അപ്പൊ അത് നമുക്ക് എന്ത് പറയാം, ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യും. ടെർമിനേറ്റ് ചെയ്യുമെങ്കിൽ എന്താ നമുക്ക് നോക്കേണ്ടത്, അതിനെ ആദ്യം പി ബൈ ക്യൂ ഫോമിൽ ആക്കണം. അപ്പം 0.375 നമുക്ക് 375/1000 എന്ന് എഴുതാം. അപ്പൊ പി ബൈ ക്യൂ ഫോമിലായില്ലേ. ഇനി എന്താ നോക്കേണ്ടത്, ക്യൂവിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 raised to n 5 raised to m ഫോമിൽ കിട്ടുമോ എന്ന് നോക്കണം. അതിന് നമ്മൾ ആദ്യം 1000നെ നമ്മൾ 10 ക്യൂബ് എന്നാക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. 375നെ ചെയ്യുമ്പോൾ 3 × 5 ക്യൂബ് എന്ന് കിട്ടും. 1000നെ ചെയ്യുമ്പോൾ 2 ക്യൂബ് × 5 ക്യൂബ് എന്ന് കിട്ടും. ഇനി നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്യും. അപ്പൊ 3/2 ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 2 raised to n ഫോമിൽ കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറയാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് 2 raised to n × 5 raised to m ഫോമിലായി. നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തത് 23.3408 ഇതിനെ നമ്മൾ പി ബൈ ക്യൂ ഫോമിലാക്കും. ആക്കുമ്പോൾ നമുക്ക് 233,408/10,000 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രൈം ഫാക്ടറൈസ് ചെയ്യും. അപ്പൊ 2 raised to 6 × 7 × 521/2 raised to 4 × 5 raised to 4 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് 2² × 7 × 521/5 raised to 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, 5 raised to m ഫോമിൽ കിട്ടിയില്ലേ. അപ്പൊ ഇത് നമ്മൾ ആ തിയറം സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് 0.0875 ഇത് ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതിനെ നമ്മൾ പി ബൈ ക്യൂ ഫോമിലാക്കി 875/10,000. ഇനി എന്താ ചെയ്യുക, പ്രൈം ഫാക്ടറൈസ് ചെയ്യും. അപ്പൊ 5 ക്യൂബ് × 7/2 raised to 4 × 5 raised to 4 എന്ന് കിട്ടും. നേരത്തെ പോലെ തന്നെ ക്യാൻസൽ ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യും. അപ്പൊ 7/2 raised to 4 × 5 എന്ന് കിട്ടും. അപ്പൊ 2 raised to n × 5 raised to m ഫോമിലല്ലേ കിട്ടിയത്. അപ്പൊ ഈ നമ്പർ ആ തിയറം സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ തിയറം എന്തായിരുന്നു, എക്സ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുമെങ്കിൽ ആ എക്സിനെ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിയും ക്യൂവും കോപ്രൈം ആണ്. പിന്നെ ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2 raised to n 5 raised to m ഫോമിലായിരിക്കും, where n, m are non-negative integers. ഇനി അടുത്ത തിയറം നോക്കാം. ഈ തിയറം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ തിരിച്ചിട്ടേക്കുന്നതാണ്. അതായത് എക്സ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. അതിനെ പി ബൈ ക്യൂ എന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യൂ എന്ന് പറയുന്നതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 raised to n 5 raised to m ഫോമിലാണ് എങ്കിൽ എക്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യും. എക്സാമ്പിൾ നോക്കാം. 13/125 പി ബൈ ക്യൂ ഫോമിലാണ് കിടക്കുന്നത്. പിന്നെന്താണ്, പിയും ക്യൂവും കോപ്രൈം ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്,
രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ വരാവുള്ളൂ. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 13ഉം 125 എടുത്താൽ ഇതിന്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കോപ്രൈം ആണെന്നും പറയാൻ പറ്റും. അപ്പൊ P/Q ഫോമിലാണ് Pയും Qവും കോപ്രൈം ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? Qവിനെ നമ്മൾ 2n 5m ഫോമിലാക്കണം. അപ്പൊ നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. 13 ചെയ്യുമ്പോൾ 13 തന്നെയാണ് കിട്ടുക. 125 ചെയ്യുമ്പോൾ നമുക്ക് 5³ എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് 2n 5m ഫോമിലല്ലേ കിട്ടേണ്ടത്. അപ്പൊ 2ന്റെ ടേം മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 2³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 13 × 2³ 2³ × 5³ എന്ന് കിട്ടും. അപ്പൊ 104/10³ എന്ന് കിട്ടും. അതായത് 104/1000. ഇതിനെ നമ്മൾ ഡെസിമൽ ആക്കുമ്പോൾ 0.104 എന്ന് കിട്ടും. ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ആണുള്ളത്. അത് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ നോക്കാം. 3/8. P/Q ഫോമിലാണ്. 3ഉം 8ഉം കോപ്രൈം ആണ്. കാരണം ഇതിന്റെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. ഇനി എന്താ ചെയ്യുക? Qവിനെ നമ്മൾ 2n 5m ഫോമിലാക്കണം. അപ്പൊ 3/2³ എന്ന് കിട്ടും. ഇവിടെ 5ന്റെ ടേം മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 375/10³ എന്ന് കിട്ടും. അപ്പൊ 375/1000 എന്ന് കിട്ടി. ഇനി ഇതിൽ നമ്മൾ ഡെസിമൽ ആക്കും. അപ്പൊ 0.375 എന്ന് കിട്ടും. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? 3 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ അത് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് എന്താണ്? ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ തിയറം എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. അതിനെ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് Q എന്ന് പറയുന്നത് 2n 5m ഫോമിലാണ്. എങ്കിൽ എക്സിന് ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ട്. ആ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യും. Theorem. Let x equal to P/Q, where P and Q are coprimes, be a rational number such that the prime factorization of Q is not of the form 2n 5m, where n, m are non-negative integers, then x has a decimal expansion which is non-terminating, recurring. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? P/Q ഫോമില് ആ റാഷണൽ നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2n 5m ഫോമിലായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2n 5m ഫോമിലല്ല. അങ്ങനെയാണെങ്കിൽ ആ റാഷണൽ നമ്പർ ഇവിടുത്തെ എക്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. 1/7. നമ്മൾ സാധാ പോലെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. 1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് ആയിട്ട് കിട്ടുന്നത് എന്താണ്? ടെർമിനേറ്റ് ചെയ്യില്ല. ടെർമിനേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്ക്, ഇങ്ങനെ 1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എൻഡ് നമുക്ക് കിട്ടില്ല. അതായത് റിമൈൻഡർ 0 ആവുന്നത് വരെയല്ലേ നമ്മൾ ഡിവിഷൻ ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും റിമൈൻഡർ 0 നമുക്ക് കിട്ടുന്നില്ല. അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് പിന്നെയും നമുക്ക് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കൊരു ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 1/7ന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആണ് എന്ന് പറയാൻ പറ്റും. നമ്മൾ ഈ 1/7 എടുത്തു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് Pയും 7 എന്ന് പറയുന്നതല്ലേ Q. ആ Q എന്ന് പറയുന്നത് നമുക്ക് 2n × 5m ഫോമിലായിരിക്കണം എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇവിടെ Q എന്താണ് കിട്ടിയേക്കുന്നത്? 7 ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ എന്താണ്? 2n 5m ഫോമിൽ കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഈ എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ പറ്റുമല്ലോ, നമുക്ക് ആ എക്സിന്റെ ആ റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും എന്ന്.
ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. Without actually performing the long division, state whether the following rational numbers will have a terminating decimal expansion or non-terminating repeating decimal expansion. Long division method നോക്കാതെ ഈ തന്നേക്കുന്ന റാഷണൽ നമ്പേഴ്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യോ നോൺ ടെർമിനേറ്റ് ചെയ്യോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യോ നോൺ ടെർമിനേറ്റ് ചെയ്യോ നോക്കുന്നത്? P/Q ഫോമിലുള്ള നമ്പറിന്റെ Q എടുക്കണം നമ്മൾ. ആ Qവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2n അല്ലെങ്കിൽ 5m അല്ലെങ്കിൽ 2n × 5m എന്ന ഫോമിലോ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് ആ റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. 13/3125 ഇവിടുത്തെ Q എന്ന് പറയുന്നത് 3125 ആണ്. അതിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 5 × 5 × 5 × 5 × 5 എന്ന് കിട്ടും. അതായത് 5⁵5 എന്ന് കിട്ടും. ഇത് 5m ഫോമിലല്ലേ കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5n ഫോമിൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് 13/3125 ടെർമിനേറ്റിംഗ് എന്ന് പറയാൻ പറ്റും. ടെർമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എങ്ങനെയാണ് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക? 13/3125 സാധാ ഡിവിഷൻ ചെയ്താൽ മതി. ലോങ് ഡിവിഷൻ ഇല്ലേ, അത് ചെയ്താൽ മതി. അപ്പൊ 13 നമുക്ക് 3125 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.00416 എന്ന് കിട്ടും. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 5 ഡിജിറ്റ്സ് അല്ലേ ഉള്ളത്, അത് ഫൈനൈറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. 17/8 നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഡിനോമിനേറ്റർ അതായത് 8നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യും. അപ്പൊ 2 × 2 × 2 എന്ന് കിട്ടും, അതായത് 2³ അപ്പൊ ഡിനോമിനേറ്റർ 2n ഫോമിലല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. ഇനി ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്? 17നെ 8 കൊണ്ട് സാധാ പോലെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 2.125 എന്ന് കിട്ടും. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ഡിജിറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പൊ അത് ഫൈനൈറ്റ് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 15/1600. ഇവിടത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1600 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസ് ചെയ്യും. പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2⁵6 × 5² എന്ന് കിട്ടും. ഇത് 2n × 5m ഫോമിലല്ലേ കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. ടെർമിനേറ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ എന്താണ്? ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കും. സാധാ പോലെ തന്നെ ഡിവൈഡ് ചെയ്താൽ മതി. 15/1600 ചെയ്യുമ്പോൾ 0.009375 എന്ന് കിട്ടും. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. അടുത്തത് 64/455. ഇവിടെ 455നെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5 × 7 × 13 എന്ന് കിട്ടും. ഇത് നമുക്ക് 2n × 5m ഫോമിലാണോ കിട്ടിയേക്കുന്നത്? അല്ല, 5 ഉണ്ട്, പക്ഷെ എന്താണ് 7ഉം 13ഉം കൂടി വന്നിട്ടുണ്ട് ഫാക്ടേഴ്സ് ആയിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്ന കിട്ടില്ല. അപ്പൊ എന്താണ് അത്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 29/343. നമ്മൾ 343യെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 7³ ആണ് കിട്ടുന്നത്. ഇവിടെ എന്താണ്? 2n × 5m ഫോമിലല്ലല്ലോ. അല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The following real numbers have decimal expansions as given below. In each case, decide whether they are rational or not. If they are rational and of the form P/Q,
What can you say about the prime factor of Q? നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ എക്സ്പാൻഷൻസ് റാഷണൽ ആണോ അല്ലയോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. റാഷണൽ ആണ് എങ്കിൽ അത് P/Q ഫോമിലാണ് എങ്കിൽ Qവിന്റെ പ്രൈം ഫാക്ടർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 43.123456789 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ, since this number has a terminating decimal expansion, it is a rational number of the form P/Q. ഇതിന്റെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൈറ്റ് അല്ലേ? അതായത് 9 ഡിജിറ്റ്സ് അല്ലേ ഉള്ളത്, ഫൈനൈറ്റ് ആണ്. അവിടെ വെച്ച് സ്റ്റോപ്പ് ആയേക്കാണ്. അപ്പൊ നമുക്ക് ഇതിനെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റുമല്ലോ. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ നമ്പറിനെ നമുക്ക് P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ടെർമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് Q എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും? 2n × 5m ഫോം ആയിരിക്കില്ലേ? അപ്പൊ അതിന്റെ Qവിന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അതുപോലെ തന്നെ റിപ്പീറ്റിങ്ങും അല്ല. ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് അതെന്താ, നോൺ ടെർമിനേറ്റിംഗ് ആണ് അല്ലേ? ഇത് റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് റെക്കറിങ്ങും അല്ല. അതുകൊണ്ട് ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നെയ്തർ ടെർമിനേറ്റിംഗ് നോർ റെക്കറിങ് ആണ്. അപ്പൊ ഈ തന്നേക്കുന്ന നമ്പർ എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 43.123456789 ബാർ. ഈ ബാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ നമ്പേഴ്സ് തന്നെയാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ആയതുകൊണ്ട് ഈ തന്നേക്കുന്ന നമ്പർ റാഷണൽ നമ്പർ ആണ്. പക്ഷെ Q എന്ന് പറയുന്നത് 2n × 5m ഫോമിലല്ല. അപ്പൊ ഇതിന്റെ Qവിന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 5ഉം അല്ലാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ എക്സസൈസ് പോർഷനും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം തൊട്ടേ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്നൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഡിവിഷൻ അൽഗോരിതം എന്താണെന്നും കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ഡിവിഷൻ അൽഗോരിതം എന്താണ്? നമുക്ക് ഡിവിഡൻഡിനെ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ എന്ന് ഫോമിൽ എഴുതാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ആ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് given positive integers a and b, there exists unique integers q and r satisfying a equal to bq plus r. ഈ a equal to bq plus r എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? a എന്ന് പറയുന്നത് ഡിവിഡൻഡ്, b എന്ന് പറയുന്നത് ഡിവൈസർ, q എന്ന് പറയുന്നത് കോഷ്യന്റ്, r എന്ന് പറയുന്നത് റിമൈൻഡർ. ഇത്രയും വരെ നമുക്ക് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ b. r എന്ന് പറയുന്നത് 0യേക്കാൾ വലുതോ അല്ലെങ്കിൽ 0ക്ക് ഈക്വലോ ആയിരിക്കും. അതുപോലെ തന്നെ b യേക്കാൾ ചെറുതോ ആയിരിക്കും. അടുത്തത് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത്? പ്രൈം നമ്പേഴ്സ് എന്താന്ന് നമുക്കറിയാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് ആകെ 2 ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. ആ 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ആ നമ്പറും പിന്നെ ഉള്ളത് 1ഉം ആയിരിക്കും. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ നമ്പറിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. അതായത് 1ഉം ആ നമ്പറും കൂടാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇനി അടുത്തത് നമ്മൾ നോക്കിയത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ആണ്. Every composite number can be expressed as a product of primes and this factorization is unique apart from the order in which the prime factors occur. ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും.
ആ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആണ്, പക്ഷെ നമുക്ക് ആ ഫാക്ടേഴ്സിന്റെ ഓർഡർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അടുത്തത് നമ്മൾ എന്താ പഠിച്ചേ? HCFും LCMും പഠിച്ചു. HCF എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമുക്കിപ്പോ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് എഴുതും. എന്നിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടറിന്റെ സ്മോളസ്റ്റ് പവർ ഏതാണോ ആ സ്മോളസ്റ്റ് പവറിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്നത്. ഇനി LCM എടുക്കുകയാണെങ്കിലോ ഈ കോമൺ ഫാക്ടേഴ്സ് എന്നല്ല സോറി എല്ലാ പ്രൈം ഫാക്ടേഴ്സിന്റെയും ഗ്രേറ്റസ്റ്റ് പവറിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും LCM എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ എന്താ ഒരു ഇക്വേഷൻ പഠിച്ചു. രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് A and B എടുക്കുകയാണ് എങ്കിൽ HCF of AB into LCM of AB എന്ന് പറയുന്നത് A into B ക്ക് ഈക്വൽ ആയിരിക്കും. പിന്നെ എന്താ പഠിച്ചത്? റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് P/Q. പിയും Q ഇൻഡിജേഴ്സ് ആണ്. Q എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് ഒക്കെ റാഷണൽ നമ്പറിന്റെ എക്സാമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പറിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത 3 തിയറംസ് എന്തൊക്കെയാ പറഞ്ഞേ? ആദ്യത്തെ തിയറം പറഞ്ഞത് x എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. ആ റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, where P and Q are coprime. പിന്നെ Qന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2n 5n ഫോമിലായിരിക്കും, where nm are നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ്. അടുത്ത തിയറം എന്താ പറയുന്നത്? എക്സിനെ നമുക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Qന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2n 5n ഫോമിലാണ് എങ്കിൽ എക്സിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടെർമിനേറ്റ് ചെയ്യും. അടുത്ത തിയറം എന്താ പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് P/Q ഫോമിലാണ്, പിയും ക്യൂവും കോപ്രൈം ആണ്. ക്യൂവിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2n 5n ഫോമിലല്ല. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? എക്സിന് ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ടാവും, പക്ഷെ ആ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ആയിരിക്കും. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.